ഇന്ത്യ-അയർലൻഡ് T20 മത്സരത്തിൽ ഇന്ത്യക്ക് വീണ്ടും നാണം കെട്ട തോൽവിയിട്ട. ഈ ഒരു മത്സരത്തിലും ഇന്ത്യ തോറ്റതോടു കൂടിയിട്ട് ഇന്ത്യക്ക് ഈ ഒരു T20 പരമ്പര നഷ്ടമായിരിക്കുകയാണ്. ഇന്ത്യ ഒരുപാട് കാലം കാത്തു സൂക്ഷിച്ചു വെച്ച റെക്കോർഡാണ് കേട്ടോ ഒരു പരമ്പരയോട് കൂടിയിട്ട് നഷ്ടമായിരിക്കുന്നത്. അതും അയർലൻഡിനെ പോലെയുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് എന്നുകൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഈ മത്സരത്തിലും ടോസ് ലഭിച്ചിട്ട് ബൗളിംഗ് എടുക്കുകയായിരുന്നു കേട്ടോ ഇന്ത്യൻ ടീം. എന്നാൽ തീരുമാനം നല്ലതാണ് എന്നുള്ള തരക്കായിരുന്നു കേട്ടോ ആദ്യത്തെ തുടക്കം. ഫസ്റ്റിൽ 2-3 വിക്കറ്റുകൾ പെട്ടെന്ന് പോയെങ്കിലും പിന്നീട് ആ ഒരു തുടക്കം മുതലാക്കാൻ ഇന്ത്യൻ ബൗളേഴ്സിനെ കൊണ്ടായില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അയർലൻഡിനായിട്ട് ഗാലിറ്റ്സും അതേപോലെ തന്നെ ടെക്ടറും കൂടി ചേർന്നിട്ട് 65 റൺസിൻ്റെ 4ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. അതോടുകൂടിയിട്ട് 154-8 എന്ന നിലയിൽ അയർലൻഡ് എത്തിയിട്ടാണ്. എന്നാൽ താരതമ്യേന വളരെ ലോ സ്കോറായ ഈ ഒരു സ്കോർ പോലും ഇന്ത്യൻ്റെ ഈ ബാറ്റ്സ്മാൻമാരെ കൊണ്ട് ചേസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു മത്സരത്തിൽ വേറൊരു റെക്കോർഡും കൂടിയിട്ട് ഇന്ത്യൻ പ്ലെയേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും മലയാളി താരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും കൂടിയിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ടാണ് കേട്ടോ ഇന്ത്യയുടെ 2 ഓപ്പണർമാരും ഗോൾഡൻ ഡക്കായിട്ട് പുറത്താകുന്നത് എന്നുള്ള റെക്കോർഡ് കൂടിയിട്ടുണ്ട്. സ്കോർ ബോർഡിൽ 1 റണ്ണ് തികയുന്നതിൻ്റെ ഉള്ളിൽ 2 വിക്കറ്റാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല അതിനുശേഷം വന്ന ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ഇഷാൻ കിഷാനും കൂടി മടങ്ങിയതോടു കൂടിയിട്ട് 35-4 എന്ന് പറഞ്ഞ വളരെ ദയനീയമായ ഒരു സ്കോറിലാണ് കേട്ടോ ഇന്ത്യൻ ടീം എത്തി നിന്നത്. അതിനുശേഷം തിലക് വർമ്മയുടെ ഒരു രക്ഷാപ്രവർത്തനം മാത്രമാണ് കേട്ടോ ശരിക്കും ഇന്ത്യൻ ടീം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കളിയിൽ 1 റൺസിനായിരുന്നു കേട്ടോ ഇന്ത്യൻ ടീം തോറ്റിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തോൽവിയോട് കൂടിയിട്ട് പരമ്പര നഷ്ടമാവുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദയനീയമായിട്ടൊരു പരമ്പര നഷ്ടമാവുന്നത് ആദ്യമായിട്ടാണ് എന്നുകൂടി നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു തോൽവിയിൽ നിന്നും ഇനി വരാൻ പോകുന്ന ഇംഗ്ലണ്ട് സീരീസിൽ ഇന്ത്യ എന്തെല്ലാം മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ടീമിനെ ഇറക്കുന്നത് എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം നന്നായി കളിക്കുന്ന പ്ലെയേഴ്സിനെ സീനിയർ പ്ലെയേഴ്സിനെ പരിഗണിക്കുന്നു എന്ന കാരണത്താൽ മാറ്റി നിർത്തുകയും അതേപോലെ തന്നെ സീനിയർ പ്ലെയേഴ്സ് ആയിട്ടുള്ളവരിനെ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഒരു മെയിനായിട്ടും കളിച്ച് ഫോമിൽ നിൽക്കുന്ന പ്ലെയേഴ്സിനെയാണ് ഇവർ മാറ്റി നിർത്തുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ള ഒരു കാരണം. അതിന് മെയിൻ ഉദാഹരണമാണ് മുഹമ്മദ് ഷമിയും അതേപോലെ തന്നെ ഭുവനേശ്വർ കുമാറിനെ ടീമിലേക്ക് പരിഗണിക്കാത്തതും അതേപോലെ തന്നെ വൈഭവ് സൂര്യവംശിനെ ടീമിൽ നിന്നും മാറ്റി നിർത്തുന്നതെല്ലാം.